കിടിലൊരു പണി കിട്ടി. കാല് ചെറുതായിട്ടൊന്ന് മടങ്ങി. അപ്പോൾ ഇന്ന് ഓഫീസിൽ പോയപ്പോൾ രാവിലെ മടങ്ങിയതാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് കൊണ്ട് നടന്നു. ഇപ്പോൾ നീര് വന്നിട്ടുണ്ട്. ചില ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. നടക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്, പക്ഷെ നല്ല പെയിനാണ്. പിന്നെ ചെറിയ രീതിയിൽ നീരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പോയിട്ടൊരു ബാൻഡേജ് മേടിച്ച് ഒന്ന് ചുറ്റി നോക്കാം. നാളെ രാവിലെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നോക്കിയിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ നാളെ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വരും. കാണിച്ചില്ല. ഈ ഒരു ഭാഗമാണ് പ്രശ്നം. ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നീരിങ്ങനെ കയറി വരുക. റൂമിന്റെ അടുത്ത് തന്നെ ചെറിയൊരു ഡിസ്പെൻസറി പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കി. അപ്പോൾ ഡോക്ടർ നീര് പോകാനുള്ള കുറച്ച് ഗുളികയും ബാൻഡേജും എല്ലാ കാര്യങ്ങളും തന്നു. എന്നിട്ട് അവിടെ നിന്ന് നടന്നാണ് റൂമിലോട്ട് വന്നത്. ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ് തന്നെ ഓഫീസിൽ പോകാനായിട്ട് റെഡി ആയി പോകുന്നുണ്ട്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനില്ല. ഈവനിങ് ഞാൻ വന്നതിന് ശേഷം ഒരു സംഭവം ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ പുതിയ ഐഫോൺ ഇറങ്ങിയതിന് ശേഷം ആ ഫോൺ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതിൽ ക്യാമറയ്ക്കായിട്ടൊരു സ്പെഷ്യൽ ബട്ടണും പിന്നെ അങ്ങനെ കുറേ എന്തൊക്കെയോ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ അതൊക്കെ നോർമലി നെക്സ്റ്റ് മോഡൽ വരുമ്പോഴത്തേക്കും ആ ഒരു ചേഞ്ച് എല്ലാം വരേണ്ടതാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് എനിക്ക് ഇമ്പ്രസ് ഒന്നും ആയിട്ടില്ല. പക്ഷെ ഞാൻ അതിൻ്റെ റിവ്യൂ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്നെ ഇമ്പ്രസ് ചെയ്യിപ്പിച്ചൊരു കാര്യമുണ്ട്. അത് വേറെ ഒന്നുമല്ല സുഹൃത്തുക്കളെ, നോയിസ് ക്യാൻസലേഷൻ. നമ്മൾ എത്ര ക്രൗഡിൻ്റെ ഇടയിൽ നിന്നിട്ട് സംസാരിച്ചാലും അതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ പറ്റും എന്നാണ് അതിൽ കാണിക്കുന്നത്. അത് അഡീഷണൽ ആയിട്ട് നമ്മൾ എക്സ്ട്രാ മൈക്കോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാണ്ട് തന്നെ അതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ കട്ട് ചെയ്യാൻ പറ്റും എന്നാണ് അവകാശപ്പെടുന്നത്. അത് മാത്രമല്ല, ഞാൻ കണ്ട വീഡിയോയിലും അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് iPhone 15 ആണ്. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ iPhone 16 അപ്ഗ്രേഡ് ചെയ്യാനുള്ളൊരു പ്ലാനുമുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബഡ്ജറ്റ് എടുക്കാനൊന്നും ഇല്ല, അതുകൊണ്ട് എക്സ്ചേഞ്ച് ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ ഒരു പ്ലാനാണ് എനിക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ റൂമിലാണ്. ഇവിടെ നിന്ന് നേരെ ഇനി വെഞ്ഞാറമൂടുള്ള മൊബൈൽ മാളിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ എൻ്റെ iPhone 15 എടുത്തത്. അപ്പോൾ അവിടെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അവർ മാക്സിമം എമൗണ്ട് തരുകയാണെങ്കിൽ സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ iPhone 16 എടുക്കുന്നതായിരിക്കും. കാരണം നോയിസ് ക്യാൻസലേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനി ഫ്യൂച്ചറിൽ വ്ളോഗ് ചെയ്യാനൊക്കെ ഇങ്ങനെ പ്ലാൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആവുന്ന രീതിയിൽ ഓഡിയോസൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ പ്രത്യേകിച്ച് വരുമാനം കാര്യങ്ങളൊന്നും എൻ്റെ ചാനലിൽ വന്ന് തുടങ്ങിയിട്ടൊന്നുമില്ല. എന്നാലും അപ്ഗ്രേഡ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന സാധനം ക്വാളിറ്റിയോടെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് നോക്കട്ടെ, പറ്റുവാണെങ്കിൽ നമുക്ക് iPhone 16 എടുക്കാം. ഓക്കെ, അപ്പോൾ വെഞ്ഞാറമൂടുള്ള മൊബൈൽ മാളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഫോണിൻ്റെ റേറ്റൊക്കെ അവർ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് എത്രയാണെന്നുള്ളത് ബഡ്ജറ്റൊക്കെ ഇട്ടിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് ചുമ്മാ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നോക്കുമായിരുന്നു ഗൈസ്. അങ്ങനെ ഫോൺ നോക്കാൻ പോയിട്ട് തിരിച്ചിവിടെ റൂമിലെത്തി. അപ്പോൾ iPhone 50 അവർ പറഞ്ഞ റേറ്റ് 45,000 രൂപയാണ്. 40,000-നും 45,000 രൂപയ്ക്കും അകത്ത് മാത്രമേ അതിന് അവർക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ അത്രയും ലോ പ്രൈസിൽ ഈ ഫോൺ കൊടുത്തിട്ട് iPhone 16 എടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ വേറെ ബഡ്ജറ്റ് ഇല്ല. കാരണം അടുത്ത മാസം എൻഗേജ്മെൻ്റ് ആണ്. അപ്പം അതിനായിട്ട് തന്നെ ഒരുപാട് എമൗണ്ടൊക്കെ നമുക്ക് വേണം. അപ്പോൾ ഇപ്പം എന്തായാലും ആ ഒരു ആഗ്രഹം ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. പിന്നെ അവർ ഓപ്ഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഈ ഫോണിന് iPhone 15 EMI ഉണ്ട്. അതൊരു 4,000 സംതിങ് വെച്ചിട്ടാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഇനി ഒരു പെൻഡിങ് 30,000 രൂപയുടെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. എന്നിട്ട് ഈ ഫോണിൻ്റെ 45,000 രൂപയും കൂടെ ഇട്ടിട്ട് പുതിയൊരു ഫോൺ എടുക്കുക. അപ്പോൾ അതിൻ്റെ EMI ഈ iPhone 16 128 ഞാൻ നോക്കിയത്. കാരണം അതിൽ കൂടുതൽ നോക്കണമെങ്കിൽ ഭയങ്കര എമൗണ്ടിൽ പോകും. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് 128 നോക്കാമെന്നുള്ള രീതിയിലാണ് നോക്കിയത്. അപ്പോൾ അതിന് എമൗണ്ട് വരുന്നത് 79,999, 80,000 രൂപയാണ് അതിന് ചാർജ് വരുന്നത്. അപ്പം 45 ഇത് അടച്ചിട്ട് ബാക്കി EMI ഇടുവാണെങ്കിൽ 20 മാസം EMI ഒരു 2,500-നകത്ത് നിൽക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ എടുത്താലും 4,000 രൂപ ഇപ്പോൾ ഫോണിന് EMI ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 2,500 കൂടി എക്സ്ട്രാ ആവും. ഓക്കെ, അത് ആവശ്യമുണ്ടോ? അത് ശരിക്കും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം EMI എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ വട്ടാവും. അതിനെക്കാട്ടിയും ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് ആഗ്രഹം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ നിന്ന് തിരിച്ച് നേരെ ഇങ്ങ് വന്നു. കാരണം ഞാൻ എന്തെങ്കിലും എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ഒരു നിരാശയായിരിക്കും. പക്ഷേ ഇവിടെ നിന്ന് പോയപ്പോഴേ ഞാൻ തീരുമാനിച്ച കാര്യമാണ്, ഞാൻ എടുക്കാനല്ല പോകുന്നത്. പോയി സാധനം നോക്കുക, ജസ്റ്റ് നോക്കിയിട്ട്
ഇതിനെങ്ങനെയാണ് എമൗണ്ട് കാര്യങ്ങളൊക്കെ വരെ എത്ര EMI വരും എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോയതാണ്. എങ്ങനെയാണ് പോയത്. അതുകൊണ്ട് എനിക്ക് വിഷമമില്ല ഗൈസ്, എടുക്കാൻ പറ്റാത്തതിൽ വിഷമമില്ല. നമ്മൾ ബഡ്ജറ്റ് വരുമ്പോൾ എടുക്കും. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം. അപ്പോൾ നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. മീൻ കറിയും അങ്ങനെ കുറച്ച് മീൻ ഫ്രൈ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് നല്ലൊരു ഊണ് കഴിച്ചു. അപ്പോൾ നെക്സ്റ്റ് ഡേ കാണാം.